എന്റെ നാവു നവ്യഗാനം പാടും, എന്റെ കൃത്തു നൂതന രാഗം മീട്ടും. കർത്താവേ, നീ എന്നെ സ്നേഹിച്ചു, പ്രാണനാഥ നീ എന്നെ വീണ്ടെടുത്തു. എന്റെ നാവു നവ്യഗാനം പാടും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 35 സങ്കീർത്തനം അതിൻ്റെ 24 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമായ യഹോവേ, നിന്റെ നീതി പ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ. അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി തങ്ങളുടെ ആഗ്രഹം സാധിച്ചെന്ന് പറയരുതേ. ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുതേ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ നേരെ വമ്പു പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. എൻ്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയും വർണ്ണിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മളെ വചനം കേൾക്കുമ്പോൾ, എൻ്റെ ദൈവമായ യഹോവേ, നിന്റെ നീതി പ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ. നമുക്ക് നമ്മുടെ പക്ഷത്തുള്ള ന്യായം കാണാനും കേൾക്കാനും ഒരുവനേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ കയറി എത്രത്തോളം പറയാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മുടെ ന്യായം അവർക്ക് അന്യായമായിരിക്കും. എന്നാൽ തളരണ്ട. ഇന്നും ഈ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ഇതേ അനുഭവത്തിലൂടെ പോകുന്ന ദൈവമക്കളെ നിങ്ങൾ ഓർത്തോളുക, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ കടന്ന് രക്ഷപ്പെട്ടു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നമുക്ക് എതിര് പറയാനൊന്നും വേണ്ട ദൈവമക്കളെ. എല്ലാ പ്രതികാരം നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളതല്ലേ. അത് വിട്ടുകൊടുക്കുക. യഹോവ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ അത് ദൈവസനിലേക്ക് വിട്ടുകൊടുക്കുക. അടുത്ത വചനത്തെ പറയുന്നത്, അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുതേ. ഞങ്ങൾ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുതേന്ന്. അങ്ങനെ പറയാനുള്ള ഒരു ഇടം വരരുതേന്ന് ദാവീദ് രാജാവ് ദൈവസനിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഇതേപോലെ നമുക്ക് പ്രാർത്ഥന വയ്ക്കാം. അവർക്കെതിരായ ഒരു ദോഷവും നമ്മൾ ചിന്തിക്കേണ്ട, ഒരു ദോഷവും നമ്മൾ മനസ്സിൽ കണക്കിലെടുക്കുകയും ചെയ്യരുത്. നമ്മുടെ മനസ്സിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. വിശുദ്ധിയോട് നീതിമാന്റെ പ്രാർത്ഥന ദൈവമക്കളെ, അതും ശ്രദ്ധയോടെ ഉള്ള പ്രാർത്ഥന ഏറ്റവും വലുതല്ലേ. സൗഖ്യം പ്രാപിക്കാൻ, സമാധാനം പ്രാപിക്കാൻ, നല്ലൊരു സാക്ഷിയായി തീരുവാൻ ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുക. ഒരു കുറവും വരാതെ നമ്മളെ ദൈവം പോറ്റും. ആമേൻ. 26 വാക്യം പറഞ്ഞു, എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ നേരെ വമ്പ് പറയുന്നവർ ലജ്ജയും അവമാനവും ധരിക്കട്ടെ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. ഒരല്പം നീതി കണ്ടിട്ടുണ്ടെങ്കിൽ ആ നീതിയെ കണ്ടുകൊണ്ട് ഒരു നല്ല വാക്ക് പറയുന്നവരെ കുറിച്ച് ഒരു ആശ്വാസം. ചിലപ്പോൾ നമുക്കറിയാം ദൈവമക്കളെ, നിന്ദിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ നിന്ന കേൾക്കുന്നവരുടെ മാനസിക വേദന എത്ര വലുതാണ്. പഴിക്കുന്നവർക്കും ദുഷിക്കുന്നവർക്കും അറിഞ്ഞുകൂടാ ദൈവമക്കളെ ഇവയൊക്കെ സഹിച്ചു പോകുന്നവരുടെ അനുഭവം. ചിലര് നിന്ദിച്ച് ശീലമേ കാണുള്ളൂ, ചിലര് നിന്ന കേട്ടുള്ള ശീലം കാണും. എന്നാലും നിന്ന കേൾക്കും തോറും ദൈവമക്കളെ, ദൈവത്തോടടുത്ത് വരുന്ന ഏത് പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഇതൊരു വലിയ ഭാരമായി തോന്നത്തില്ല. മാത്രമല്ല, എനിക്ക് എൻ്റെതായ ഒരു സ്ഥാനമുണ്ട്, ഒരു വിലയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളായിട്ടൊരു വലിയ വില വെക്കുമ്പോഴാണ് ആ വില എനിക്ക് അവർ തന്നില്ലല്ലോ എന്ന് പറഞ്ഞേ. കർത്താവ് കാണിച്ച ഔദാര്യം മാത്രമാണ്, കർത്താവ് നമുക്ക് നൽകിയ കരുണയുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. ആമേൻ, സ്തോത്രം. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്ദിക്കുന്നിടം പഴിക്കുന്നിടം നടുവിലും തളർന്നു പോകാതെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിന്നെ ഒരുപാട് കേട്ട് മനസ്സ് പതറി, ചിലപ്പോൾ കുടുംബജീവിതം പോലും തകർന്ന് എന്നുവെച്ചാൽ ഭാവി ജീവിതവും പോലും നന്നായി ചെറുപ്പത്തിൽ തകർന്നു പോരവസ്ഥയിൽ ആരെങ്കിലും ഇന്ന് ഈ ശുശ്രൂഷ കൂടുന്നുണ്ടായിരിക്കും. ഒന്ന് പറയാം, യേശു കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രൂശിൽ നമുക്ക് വേണ്ടി നിന്ന വഹിച്ചവനെ നമുക്കൊന്ന് ഓർക്കാൻ പറ്റൂലേ? നമുക്ക് മനസ്സിലാകും, നിന്ന കേട്ടവർക്ക് മനസ്സിലാകും ക്രിസ്തുനാഥൻ അനുഭവിച്ച് നിന്ന എങ്ങനെയെന്ന്. നിന്ദിക്കുന്നവർക്ക് അതറിയത്തില്ല ദൈവമക്കളെ. നിന്ദിക്കും തോറും പഴിക്കും തോറും ഇത് അനുഭവിക്കുന്ന ഒരാളുടെ മാനസിക വേദന എന്തെന്ന് അവർക്ക് തിരിച്ചറിയത്തില്ല. ചിലപ്പോൾ വേണ്ടപ്പെട്ടവരായിരിക്കാം, ചിലപ്പോൾ പുറത്തുനിന്നുള്ളവരായിരിക്കാം. എന്തായാലും നിന്ന് സഹിക്കുന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ദൈവം കാണുന്നൊരു അനുഭവം തന്നെയാണ്. അപ്പോഴും തളർന്നു പോകാതെയും പതറാതെയും പ്രതികാര മനസ്സ് വയ്ക്കാതെ കണ്ടും ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനൊരു മനസ്സ് വെച്ചുകൊണ്ട്, അങ്ങനെ ഒരു മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷ വളരെ മനോഹരമാണ് ദൈവമക്കളെ. ആ പ്രാർത്ഥന, ആ ശുശ്രൂഷ എത്ര അനുഗ്രഹമാണെന്നറിയോ. ആമേ സ്തോത്രം. എൻ്റെ നീതി പ്രസാദിക്കുന്നവർ ഘോഷിച്ച് ആനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ എന്ന് അതും കൂടെ കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്. എൻ്റെ നാവ് നിൻ്റെ നീതിയും നാളെല്ലാം നിൻ്റെ സ്തുതിയും വർണ്ണിക്കും. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും പറയാം, ദാവീദ് രാജാവ് പറഞ്ഞ ഈ വാക്കുകൾ വളരെ മനോഹരമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എൻ്റെ നാവ് നിൻ്റെ നീതിയും നാളെല്ലാം നിൻ്റെ സ്തുതിയും വർണ്ണിക്കും. അപ്പം നമ്മുടെ നാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. അതിന് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ നാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്താനിടയാവും. ഇതൊക്കെ നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. നമ്മുടെ നാവ് ദൈവത്തെ സ്തുതിക്കാനുള്ളതായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന കേട്ട് സഹിച്ച് മടുത്തവരായി തളർന്നിരുന്നു കൊണ്ടും കർത്താവെ ശുശ്രൂഷയ്ക്ക് ഭംഗമില്ലാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കർത്താവെ ഓരോ ദിവസവും നടത്തുന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് കുറവില്ലാതെ, കർത്താവെ ബൈബിൾ വായനയ്ക്ക് കുറവില്ലാതെ, സാക്ഷ്യം പറയുന്നതിന് കുറവില്ലാതെ തളരാതെയും പതറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നടത്തുന്നത് മാത്രമാണ്. കർത്താവെ യേശുവേ, സകല മഹത്വം പുകഴ്ചയും അങ്ങെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ നിന്ന വഹിച്ച കർത്താവ് നിന്ന് അനുഭവിക്കുന്ന വേദന തിരിച്ചറിയുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം, നന്ദിയോടെ സ്തോത്രം നിന്ന് സ്തുതിക്കുന്നു. സകല മഹത്വം പുകഴ്ചയും അങ്ങെടുക്കണമേ. മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. നിരന്തരം നിന്ന കേട്ട് എപ്പോഴും തരം താഴ്ത്തുന്ന ഒരനുഭവം കർത്താവെ, ഒറ്റയ്ക്കിരിക്കുമ്പോഴും കർത്താവെ നാലാളുടെ മുമ്പിലും നിരന്തരമായിട്ട് നിന്ദിക്കുന്ന ജനം കൂടെ നിൽക്കുമ്പോൾ ഈ നൊമ്പരങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടും കർത്താവെ ദൈവത്തിൻ്റെ തിരുസന്നിധി വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് തൊട്ടനുഗ്രഹിച്ചിരിക്കാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. മാനസികമായി ഭാരം അനുഭവിക്കുന്ന എല്ലാവർക്കും സമാധാനം പറഞ്ഞു കൊടുക്കുവാൻ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അനേകരെ എത്തിക്കുവാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന കൃപകളും വരങ്ങളും കർത്താവ് ഇരട്ടി പങ്ക് കൃപയോടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇടയാക്കണേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ സ്തോത്രം.